section we are discussing about the erosional landforms by wind. Deflation basin or deflation hollows or blowouts or slack. Deflation is the removal of loose particles from the ground by the action of wind. When deflation causes a shallow depression by persistent movements of winds, they are called deflation hollows. Deflation എന്ന് പറയുന്നത് വിൻഡിന്റെ ഇറോഷനുള്ള ഒരു ടൈപ്പാണ്. അതെന്ന് പറയുന്നത് ഏറ്റവും ലൂസായിട്ടും ഏറ്റവും ഫൈനായിട്ടുമുള്ള സാൻഡ് പാർട്ടിക്കിൾസിനെയോ ഡസ്റ്റിനെയോ വിൻഡിന്റെ ഇറോഷണൽ ആക്ടിവിറ്റി വഴി ഗ്രൗണ്ടിൽ നിന്ന് ബ്ലോ ചെയ്ത് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബ്ലോ ചെയ്ത് മാറ്റുന്ന പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന ഷാലോ ഡിപ്രഷൻസിനെയാണ് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. Blowout size may vary from smaller ones like Buffalo Valve of American Great Plains to very large depressions like Pangyang Hollow of Mongolian Desert. ഈ ബ്ലോട്ട്സിന്റെ സൈസും ഡെപ്തും ഒക്കെ ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ചും വ്യത്യാസം വരും. ഏറ്റവും സ്മോളർ വൺസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഗ്രേറ്റ് പ്ലെയിൻസിലെ ബഫലോ വാലി ആണ്. ഇനി ഏറ്റവും വലിയൊരു ഡിപ്രഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മംഗോളിയൻ ഡെസേർട്ടിലെ പാങ്ക്യാങ്. Hamada. Hamada is an Arabic word used to describe the desert pavement. It is a bare rock surface in a desert from over which thin cover of sand has been blown away by strong winds. Desert pavements അറബിക് വേർഡാണ് ഹമാഡ എന്ന് പറയുന്നത്. ഡിഫ്ലേഷൻ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഫീച്ചറാണ് ഹമാഡ അല്ലെങ്കിൽ ഡെസേർട്ട് പേയ്മെന്റ്. ഇതുണ്ടായി വരുന്നതെന്ന് പറയുന്നത് ഡിഫ്ലേഷൻ വരുമ്പോഴത്തേക്കും ഏറ്റവും ഫൈനലായിട്ടും ഏറ്റവും ഡസ്റ്ററുമായിട്ടുള്ള പാർട്ടിക്കിൾസിനെ അത് ബ്ലോ ഔട്ട് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന ഹെവി ആയിട്ടുള്ള പെബിൾസും കോബിൾസും ബൗൾഡേഴ്സും അല്ലെങ്കിൽ റോക്ക് പാർട്ടിക്കിൾസും ഒക്കെ അവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫീച്ചറാണ് ഹമാഡ. ഇവിടെ താഴത്തെ ഫിഗർ നോക്കാം. ആദ്യം ഒരു ഡെസേർട്ട് സർഫേസ് കാണാൻ സാധിക്കും. അവിടെ ഡിഫ്ലേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഡിഫ്ലേഷൻ നടന്നു. രണ്ടാമത്തെ ഫിഗർ എത്തുമ്പോഴത്തേക്കും മുകളിലത്തെ ലെയർ, അതായത് ഇത്രയും ഭാഗം അത് ഡിഫ്ലേഷൻ വഴി മാറ്റുകയും അവിടെ ഉണ്ടാകുന്ന ബൗൾഡേഴ്സ് തൊട്ട് താഴത്തെ ബൗൾഡേഴ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. വീണ്ടും കണ്ടിന്യൂസ് അവിടെ ഡിഫ്ലേഷൻ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇത്രയും ലെയറിലെ ലൂസ് പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഇവിടെ മുകളിലുണ്ടായിരുന്നത് താഴെയുള്ള ബൗൾഡേഴ്സുമായിട്ടൊക്കെ ജോയിൻ ചെയ്തു. അതിൻ്റെ ഒരു ഒറിജിനൽ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഫീച്ചറാണ് ഡെസേർട്ട് പേയ്മെന്റ് ഓഫ് ഹമാഡ. Mushroom rock, pedestal rocks or rock pedestal. Wind erosion takes place at an average height of 1 meter from the Earth's surface, while above the height of 2 meters, erosional process is again very slow. Resultantly, the middle portion of the vertical rocks is eroded by high-speed winds, and after erosion, the rock looks like mushroom. Mushroom rock അല്ലെങ്കിൽ pedestal rock അല്ലെങ്കിൽ rock pedestal. വിൻഡ് ഇറോഷൻ ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കുന്നത് ഗ്രൗണ്ട് സർഫസിൽ നിന്നും 1 മീറ്റർ മുകളിലാണ്. ഇനി ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 2 മീറ്റർ മുകളിലോട്ടാണ് ഹൈറ്റെങ്കിൽ അവിടെ വിൻഡ് ഇറോഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ വീക്കും വളരെ ലോയും ആയിരിക്കും. അപ്പോൾ ഒരു ഡെസേർട്ട് ഏരിയയിൽ ഒരുപാട് വെർട്ടിക്കൽ റോക്സ് ഒക്കെ കാണും. അപ്പോൾ അവിടെ വിൻഡ് വീശുകയാണ്. അപ്പോൾ വിൻഡ് ഏറ്റവും ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ ഹൈറ്റ് വരെയായിരിക്കും. അതിൻ്റെ മുകളിലോട്ട് വിൻഡിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഇറോഷണൽ ആക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ വിൻഡ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ ഹൈറ്റ് വരെ ആയതുകൊണ്ട് താഴെ ഭാഗത്ത് കൂടുതലായിട്ട് ഇറോഷൻ നടക്കുകയും മുകളിലത്തെ ഭാഗത്ത് കമ്പാരിറ്റീവ്ലി ഇറോഷൻ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് മഷ്റൂം റോക്ക്. റൈറ്റ് സൈഡിലെ ഫിഗർ കാണാൻ സാധിക്കും. ഈ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ഏതാണ്ട് 1 മീറ്റർ വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷൻ കൊണ്ട് കൂടുതലായിട്ടുള്ള റോക്സ് ഇറോഡ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇറോഷൻ കുറവായതുകൊണ്ട് മുകളിൽ കുറച്ചുകൂടെ വൈഡായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാണപ്പെടുന്ന ഫീച്ചറാണ് മഷ്റൂം റോക്ക്. The top is commonly known as overhang and the slender stem is known as pedestal. ഈ ഒരു മുകളിലത്തെ ഈ പോർഷനെ വിളിക്കുന്നത് ഓവർഹാങ് എന്നും അതേസമയം ഈ സ്റ്റെം കണക്കെ ഇരിക്കുന്ന പോർഷനെ വിളിക്കുന്നത് പെഡസ്റ്റലും എന്നാണ്. In Sahara Desert, such landforms are known as Gaur or Gara, and in Germany, these are known as Spitzfelsen. മഷ്റൂം റോക്കിനെ സഹാറയിൽ വിളിക്കുന്നത് ഗൗർ അല്ലെങ്കിൽ ഗാര എന്നും ജർമ്മനിയിൽ അതിനെ വിളിക്കുന്നത് പിറ്റ്സ്ഫെൽസനും എന്നാണ്. In India, they are found in northwest Jaisalmer in Rajasthan.
Inselberg or Bornhardt. The word Inselberg is derived from the German word Insel, meaning island, and Berg meaning mountain. The name was first coined by geologist William Bornhardt in 1900 to describe the abundance of such features found in southern Africa. An Inselberg is a hill of hot volcanic rock that has resisted wind and weather and remained strong and tall as the land around it eroded away. ഇൻസൽബർഗ് അല്ലെങ്കിൽ ബോൺഹാർഡ്. ഇൻസൽബർഗ് രണ്ട് ജർമ്മൻ വേർഡ്സ് ആയ ഇൻസൽ ഐലൻഡ്, ബർഗ് മൗണ്ടൻ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അതായത് ഒരു ഐലൻഡ് കണക്ക് നിൽക്കുന്ന ഒരു മൗണ്ടൻ ഫീച്ചർ എന്ന രീതിയിലാണ് ആ ഒരു ഇൻസൽബർഗ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. ഇനി ആദ്യമായിട്ട് ഈ നെയിം സജസ്റ്റ് ചെയ്തത് വില്യം ബോൺഹാർഡ് എന്ന് പറഞ്ഞൊരു ജിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് സദേൺ ആഫ്രിക്കയിൽ കാണുകയും അങ്ങനെ അദ്ദേഹം ഇൻസൽബർഗ് അതിന് പേര് കൊടുക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു നാമാർത്ഥമാണ് അതിനെ ബോൺഹാർഡ് എന്നുകൂടെ വിളിക്കുന്നത്. എന്താണ് ഇൻസൽബർഗ് എന്ന് നോക്കാം. റണ്ണിങ് വാട്ടർ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ ഒരു ടേം ഉണ്ട്, മൊണാക്നോ. ലാസ്റ്റ് ഇറോഷൻ നടക്കുന്ന പെനി പ്ലെയിനിൽ അതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന സ്മോൾ റെസിഡ്യുവൽ ഹിൽസിനെയാണ് മൊണാക്നോക്ക് എന്ന് വിളിച്ചത്. അതേ സെയിം ഫീച്ചർ തന്നെയാണ് ഇൻസൽബർഗ്. ഒരു ഏർഡ് റീജിയനിൽ പെനി പ്ലെയിനിൽ ഫൈനലായിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് വെതറിനെയും വിൻഡിനെയും ഒക്കെ ഇറോഷനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഹാർഡ് വോൾക്കാനിക് ടൈപ്പ് റോക്കാണ് ഉള്ളൊരു ഹില്ലാണ് ഇൻസൽബർഗ് അല്ലെങ്കിൽ ബോൺഹാർഡ് എന്ന് പറയുന്നത്. ഇത് ആ ചുറ്റുമുള്ള ഏരിയയിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ടോൾ ആയിട്ടും നിൽക്കുന്ന ഒരു ഫീച്ചറാണ്. കാരണം ബാക്കി എല്ലായിടത്തും ഇറോഷൻ സംഭവിക്കും. ഇത് വളരെ റെസിസ്റ്റന്റ് റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇറോഷൻ നടക്കത്തില്ല. അങ്ങനെ അത് ഇറോഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹില്ലാണ് ഇൻസൽബർഗ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൻട്രൽ ഓസ്ട്രേലിയയിലെ അയേഴ്സ് റോക്ക് ആൻഡ് ഓൾഗർ റോക്സ്. And W.M. Davids have taken Inselberg as the representative landform of penultimate stage of earth cycle of erosion. Cycle of erosion റണ്ണിങ് വാട്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഒരു റിവർ അത് റോഡ് ചെയ്യുന്ന പോകുമ്പോഴത്തേക്ക് അതിന് 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. യൂത്ത് സ്റ്റേജ്, മെച്ചൂർ സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ്. അതുപോലെ തന്നെ വിൻഡിന് 3 സ്റ്റേജ് ഉണ്ട്, യൂത്ത് സ്റ്റേജ്, മെച്ചൂർ സ്റ്റേജ്, ഓൾഡ് സ്റ്റേജ്. അല്ല, ഓൾഡ് സ്റ്റേജിനെയാണ് പെൻ അൾട്ടിമേറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പം പെൻ അൾട്ടിമേറ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ഇൻസൽബർഗ് എന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ജിയോഗ്രാഫറായ W.M. ഡേവിഡ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. Demoiselles. It is a term derived from the French word used to describe an earth pillar. Earth pillar എന്ന മീനിങ് വരുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ് demoiselles. These are rock pillars which stand as resistant rocks above soft rocks as a result of differential erosion of hard and soft rock. ഇതെന്ന് പറയുന്നത് റോക്ക് പില്ലേഴ്സ് ആണ്. ഈ ഒരു റോക്ക് പില്ലറിന്റെ പ്രത്യേകത അതിന്റെ മുകളിൽ ഹാർഡ് റോക്സ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് റോക്സും അതിന് താഴെ സോഫ്റ്റ് റോക്കും ആണ്. ഈ ഒരു ഫീച്ചർ ഫോം ചെയ്യുന്നത് സോഫ്റ്റ് റോക്കിന്റെയും ഹാർഡ് റോക്കിന്റെയും ഡിഫറൻഷ്യൽ ഇറോഷൻ ഫീച്ചർ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണാൻ സാധിക്കും ഇതൊരു പില്ലറാണ്. അതിന് മുകളിൽ ക്യാപ്പ് കണക്കൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഈ ക്യാപ്പ് കണക്കുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാർഡ് റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴോട്ടുള്ള പില്ലർ എന്ന് പറയുന്ന സ്ട്രക്ചർ സോഫ്റ്റ് റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. The demoiselles are maintained so long as the resistant cap rocks are seated at the top of the pillar. ഈ ഒരു ഫീച്ചർ എത്ര നാൾ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ എത്ര നാൾ ഈ ക്യാപ് റോക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നോ അത്രയും നാൾ ഈ ഫീച്ചർ അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാണോ ഈ ക്യാപ് റോക്കിന് ഇറോഷൻ സംഭവിക്കുകയോ മറ്റെന്തെങ്കിലും കാരണം അത് മറിഞ്ഞു വീഴുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഫുൾ ഫീച്ചർ നശിച്ചു പോകും. കാരണം പിന്നീട് ഇവിടെ ഫുള്ള് സോഫ്റ്റ് റോക്സ് ആണ്, അത് ഇറോഡ് ചെയ്ത് പോകും. ഈ ക്യാപ് റോക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് താഴെ ഇറോഷൻ നടക്കാത്തത്. Sweden is a flat-top rock mass resembling a capped ink pot. It stands on softer rock pedals like mudstone, shale, etc. അടുത്ത ഇറോഷണൽ ഫീച്ചർ സ്വീഗൻ. സ്വീഗന്റെ പ്രത്യേകത ഇത് വളരെ ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടൊരു റോക്ക് മാസ് ആണ്. ഇത് റിസംബിൾ ചെയ്യുന്നത് ഒരു ക്യാപ്ഡ് ഇങ്ക് പോട്ട്, അതായത് അടപ്പുള്ള ഒരു മഷിക്കുപ്പി കാണുന്നത് പോലെ കാണുന്ന ഒരു ഫീച്ചറാണ് സ്വീഗൻ. ഇത് സ്റ്റാൻഡ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് റോക്സ് ആയ മഡ്സ്റ്റോണിലോ ഷെയിലോ ആയിരിക്കും. Swigans are formed in desert areas characterized by high range of temperature. Swigan പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉള്ള ഡെസേർട്ട് ഏരിയയിലാണ്.
ഹൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലാണെങ്കിൽ ഇപ്പൊ ഡേ ടൈമിൽ ഒരു 40-45 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റും അതേസമയം നൈറ്റിൽ അതൊരു 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയുമാണ് എത്തുന്നതെങ്കിൽ 10-35 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസമാണ് അവിടെ ടെമ്പറേച്ചറിന്. ഇത്തരത്തിലുള്ള വ്യത്യാസത്തിനെയാണ് ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ലോ റേഞ്ച് എന്ന് പറയുമ്പോൾ 2-3 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസമേ കാണുള്ളൂ. ഒരു 10-15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒരു ദിവസം തന്നെ മാറുന്നതിനെയാണ് ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡെസേർട്ട് ഏരിയാസിൽ ഫോം ചെയ്യുന്ന ഫീച്ചറാണ് സ്വീഗൻ. The alternate freeze and thaw of moisture results in expansion and contraction, which ultimately disintegrates rock along the joints. ഇപ്പോൾ മഡ്സ്റ്റോൺ ഷെയിൽ തുടങ്ങിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റോക്ക് സ്ട്രക്ചർ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് ജോയിൻറ്റ്സ് കാണും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷൻ, ഡേ ടൈമിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടുമ്പോഴത്തേക്കും അവിടെ എക്സ്പാൻഷൻ നടക്കും. നൈറ്റിലും മോയ്സ്ചർ കണ്ടന്റോ അല്ലെങ്കിൽ ഐസോ സ്നോ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കോൺട്രാക്ഷൻ നടക്കും. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഇതിനുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും കൊണ്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് സ്വീഗൻ. The disintegrated fine particles are blown away by wind and repetition of this mechanism result in the formation of swigger. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുമ്പോൾ അവിടെ വെതറിങ്ങും ഇറോഷനും നടക്കും, ഫൈനർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫൈനർ പാർട്ടിക്കിൾസിനെ വിൻഡ് ബ്ലോ ചെയ്ത് മാറ്റും. ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്ന ഫീച്ചറിനെയാണ് സ്വീഗൻ എന്ന് വിളിക്കുന്നത്. യാർഡങ്സ് കോക്സ്കോം. Yardings are steep-sided, deeply undercut, overhanging rock ridges separated by one another by long grooves or corridors or passageways. Yardings എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള, അണ്ടർകട്ടുള്ള, ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള റോക്ക് റിഡ്ജസ് ആണ്. രണ്ട് യാർഡിങ്ങിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കോറിഡോഴ്സോ അല്ലെങ്കിൽ പാസേജ് വേസോ അല്ലെങ്കിൽ ഇടനാഴികളോ ഗ്രൂവ്സോ ഒക്കെ ആയിരിക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും വളരെ സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള, അണ്ടർ കട്ടൊക്കെ കൂടുതലുള്ള, ഓവർ ഹാങ് ചെയ്ത് കാണപ്പെടുന്ന ടൈപ്പ് ഒരു റോക്ക് സ്ട്രക്ചറാണ് യാർഡങ് എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു യാർഡങ് ആണ്. അടുത്തൊരു യാർഡങ് കുറച്ച് അകലെയായിരിക്കും. ഇത് തമ്മിൽ ഒരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ്സോ അല്ലെങ്കിൽ കോറിഡോഴ്സോ അല്ലെങ്കിൽ പാസേജ് വേസോ കാണും. Yardings have vertical bands of hard and soft rocks aligned in the direction of prevailing winds. Yardings in the പ്രത്യേകത വെർട്ടിക്കൽ ആയിട്ട് ഹാർഡും സോഫ്റ്റ് റോക്സും കാണും. അത് പ്രിവെയിലിംഗ് വിൻഡിന്റെ ഡയറക്ഷനിലായിരിക്കും അത് അലൈൻ ചെയ്തിരിക്കുന്നത്. The sloping ridges of resistant rocks varies in size from 5 meters to 15 meters in height. സ്വാഭാവികമായിട്ട് വെർട്ടിക്കൽ ബാൻഡ്സോ ഹാർഡ് ആൻഡ് സോഫ്റ്റ് റോക്സ് ആണെങ്കിൽ സോഫ്റ്റ് റോക്സ് ഇറോഡ് ചെയ്ത് പോവുകയും ഹാർഡ് റോക്സ് അവിടെ വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ വിസ്റ്റാൻഡ് ചെയ്യുന്ന റെസിസ്റ്റന്റ് ഹാർഡ് റോക്സിന്റെ സൈസ് എന്ന് പറയുന്നത് 5 മീറ്റർ മുതൽ 15 മീറ്റർ വരെ വേരി ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോക്സ്കോം ബൈ അതർ ഹോംസ്. അതർ ഹോംസ് ഇത്തരത്തിലുള്ള ഈ യാർഡങ് എന്ന് പറഞ്ഞ ഫീച്ചറിനെ വിളിച്ച പേരാണ് കോക്സ്കോം. And it was first discovered in China's Taklamakan Desert. ഇത് ആദ്യമായി കണ്ടെത്തിയത് ചൈനയിലെ താക്ലാമക്കൻ ഡെസേർട്ടിലാണ്. And the name Yardang has been derived from the Turkish word yar, which meaning rich or bank. The Turkish word ആയ യാറിൽ നിന്നാണ് യാർഡങ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത്. യാറിന്റെ അർത്ഥം എന്ന് പറയുന്നത് റിച്ച് അല്ലെങ്കിൽ ബാങ്ക് എന്നാണ്. And the world's biggest Yardang is found in Lat Desert. Difference between Swiggen and Yardang. In Swiggen, hard and soft rocks are arranged in horizontal bands, while that of Yardang they are arranged in vertical bands. സ്വീഗനും യാർഡങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വീഗനിലാണെങ്കിൽ സോഫ്റ്റ് റോക്സും ഹാർഡ് റോക്സും ഹൊറിസോണ്ടൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം യാർഡങ്ങിൽ സോഫ്റ്റ് റോക്സും ഹാർഡ് റോക്സും വെർട്ടിക്കൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. In Swiggen, there are lines of fissures in order for wind abrasion to perform work, but in Yardang there is no fissure. സ്വീഗന്റെ കാര്യം പറയുന്നെങ്കിൽ അതിൽ ഫിഷേഴ്സ് അല്ലെങ്കിൽ ജോയിന്റ്സ് കാണും. അതിൽ കൂടെയാണ് വിൻഡ് അബ്രേഷൻ ആക്ടിവിറ്റി ആക്ട് ചെയ്യുന്നത്. അതേസമയം യാർഡങ്ങിലാണെങ്കിൽ ഫിഷറോ ക്രാക്സോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. യാർഡങ്സ് ആർ ഈസിയർ ടു ഫോം ദാൻ സ്വീഗൻ. സ്വീഗനെക്കാട്ടും ഏറ്റവും ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ലാൻഡ് ഫോം എന്ന് പറയുന്നത് യാർഡങ് ആണ്. Dry canter. Dry canter is a German term widely adopted to describe any boulder, cobble or pebble that has been shaped by the Eolian abrasion into a facet rock.
Dreikanter എന്ന് പറയുന്ന ഒരു ജർമ്മൻ ടേം ആണ്. അത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബൗൾഡർ അല്ലെങ്കിൽ ഒരു കോബിൾ അല്ലെങ്കിൽ ഒരു പെബിളിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. എങ്ങനത്തെ പെബിളും എങ്ങനത്തെ ബൗൾഡർ അല്ലെങ്കിൽ എങ്ങനത്തെ കോബിൾ എന്ന് വെച്ചാൽ വിൻഡിന്റെ അബ്രേഷൻ ആക്ടിവിറ്റി കൊണ്ട് ഒരു ഫേസ്ഡ് റോക്കായി മാറുന്ന ബൗൾഡേഴ്സിനെയും കോബിളിനെയും പെബിൾസിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ട്രൈക്കാൻഡർ. സാധാരണ രീതിയിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഒരു പെബിൾ അല്ലെങ്കിൽ ഒരു ബൗൾഡർ കാണുന്നത്. പ്രത്യേകിച്ച് അതിന് ചിലപ്പോൾ ഷേപ്പ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ അത് ഉരുണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ വിൻഡിന്റെ അബ്രേഷൻ ആക്ടിവിറ്റി കൊണ്ട് അതിന് പല പല ഫേസസ് കാണപ്പെടുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കാൻഡർ. അതൊരു ജനറൽ ടേമാണ്. ഇനി കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ഓരോ ടേം നോക്കാം. The faces rock abraded for long period by wind erosion is called ventifact, and a ventifact rock boulder or cobble may have as many as 8 abraded faces. ഈ ലോങ് വിൻഡ് ഇറോഷൻ കൊണ്ട് ഒരു റോക്കിന് ഒരു ഫേസസ് റോക്ക് സ്ട്രക്ചർ വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു പെബിളിനോ ഒരു ബൗൾഡറിനോ അല്ലെങ്കിൽ ഒരു കോബിളിനോ 8 അതിൽ കൂടുതൽ ഫേസസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെന്റിഫാറ്റ്. മുകളിൽ കാണപ്പെടുന്നത് വെന്റിഫാറ്റ് ആണ്. ഇവിടെ ഒരു ഫേസ് ഉണ്ട് 1, ഇവിടെ ഒന്നുണ്ട് 2, ഇവിടെ ഉണ്ട് 3, ഇവിടെ ഉണ്ട് 4. ഇതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വശത്തിൽ 4 ഫേസ് കാണും. അപ്പോൾ 8 അതിൽ കൂടുതലോ ഫേസസ് ഉള്ള ഒരു ബൗൾഡർ കോബിൾ അല്ലെങ്കിൽ പെബിൾ ഷേപ്ഡ് ബൈ വിൻഡ് അബ്രേഷനെയാണ് വെന്റിഫാറ്റ് എന്ന് വിളിക്കുന്നത്. And if a rock piece having 3 abraded faces, it is called Dreikanter. നേരത്തെ പറഞ്ഞു Dreikanter എന്ന് പറയുന്നത് ജർമ്മൻ ടേം ആണ്. കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള ഫേസസ് ഉള്ള റോക്സിനെ വിളിക്കാൻ യൂസ് ചെയ്യുന്ന ടേം ആണ്. എങ്കിലും കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുന്നെങ്കിൽ 3 അബ്രേഡഡ് ഫേസസ് ഉള്ള റോക്ക് പീസിനാണ് Dreikanter എന്ന് പറയുന്നത്. ഇതൊരു Dreikanter എക്സാമ്പിൾ ആണ്. ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഇതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫേസ് കൂടെ കാണാം. ഇനി ഏതെങ്കിലും ഒരു റോക്ക് ഫേസിന് 2 ഫേസേ ഉള്ളൂ, റോക്ക് പീസിന് 2 ഫേസേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്നത് Zwickcanter എന്നാണ്. Stone lattice. Differential erosion of hard and soft portions of rocks through abrasion produces pitted and fluted rock surface called stone lattice. Desert area കണ്ടുവരുന്ന മറ്റൊരു ഇറോഷണൽ ലാൻഡ്ഫോം ആണ് സ്റ്റോൺ ലാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതും ഫോം ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇറോഷൻ കൊണ്ടാണ്. ഹാർഡ് റോക്കും സോഫ്റ്റ് റോക്കും ഉള്ള ഒരു റോക്ക് കാണും. അതിന്റെ സോഫ്റ്റ് പാർട്ടിക്കിൾസ് അബ്രേഷൻ ആക്ടിവിറ്റി കൊണ്ട് പെട്ടെന്ന് തന്നെ ഇറോഡ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ ഇറോഡ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലൂട്ടഡ്, അതൊരു ഫ്ലൂട്ടിന്റെ ഹോള് കണക്കോ അല്ലെങ്കിൽ പിറ്റ് കണക്കോ ഒക്കെ കാണപ്പെടുന്ന ഒരു ഫീച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ, അങ്ങനെ ഒരു സർഫസ് ഒരു സ്റ്റോണിൽ അല്ലെങ്കിൽ ഒരു റോക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോൺ ലാറ്റിക്സ്. റൈറ്റ് സൈഡിൽ ഒരു സ്റ്റോൺ ലാറ്റിക്സ് ആണ് കാണപ്പെടുന്നത്. ഒരു റോക്ക് ആയിരുന്നു അത്. അതിനകത്ത് സോഫ്റ്റ് റോക്സും ഹാർഡ് റോക്കും ഉണ്ട്. അതിൽ സോഫ്റ്റ് പോർഷൻസ് ഇറോഡ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഒരു പിറ്റ് കണക്കൊരു ഫ്ലൂട്ടഡ് റോക്ക് സർഫസ് അവിടെ കാണാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോൺ ലാറ്റിക്സ്. Wind windows and windows bridges. Powerful wind continuously abrades stone lattice, creating holes. Sometimes the holes are gradually widened to reach the other end of the rocks to create the effect of a window, thus forming a wind window. തൊട്ട് മുമ്പ് പറഞ്ഞ ഫീച്ചറായ സ്റ്റോൺ ലാറ്റിക്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീച്ചറാണ് വിൻഡ് വിൻഡോ എന്ന് പറയുന്നത്. സ്റ്റോൺ ലാറ്റിക്സിൽ നേരത്തെ പറഞ്ഞു പിറ്റഡും ഫ്ലൂട്ടഡും ആയിട്ടുള്ള ഒരു സർഫസ് ആയിട്ടാണ് മാറുന്നത്. ഇത്തരത്തിലുള്ള സർഫസിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ നടക്കുകയാണ്, വിൻഡ് അബ്രേഷൻ നടക്കുകയാണെങ്കിൽ ഈ ഹോൾസ് ഗ്രാജുവലി വലുതാവും. ഇത് വലുതായിട്ട് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ആ ഹോള് വലുതായി വരുമ്പോൾ അതൊരു വിൻഡോ കണക്ക് കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ വിൻഡ് വിൻഡോ എന്ന് പറയുന്നത്. Then second feature is window bridge. These are formed when the holes are further widened to form an arch-like feature. ഇത്തരത്തിൽ ഫോം ചെയ്ത വിൻഡോയ്ക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ നടന്നിട്ട് ആ ഹോൾസ് എല്ലാം ഡിസപ്പിയർ ചെയ്ത് മുകളിലുള്ള ഭാഗം മാത്രം ഒരു ആർച്ച് കണക്ക് കാണപ്പെടുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിൻഡോ ബ്രിഡ്ജസ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു വിൻഡോ ബ്രിഡ്ജ് ആണ്. അതൊരു ലാറ്റിക്സ് ആയിരുന്നു, അത് മാറി വിൻഡോ ആയിട്ട് മാറി അവിടെ കണ്ടിന്യൂസ് ഇറോഷൻ നടന്ന് ബാക്കിയുള്ള ലെഫ്റ്റ് പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് വിൻഡോ ബ്രിഡ്ജസ്. Bowls and caves. Depressions and caves formed through the combined work of chemical weathering and wind are called bowls and caves. Chemical weathering ഇന്റെയും വിൻഡ് ആക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കമ്പൈൻഡ് ആക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഡിപ്രഷൻസിനെയും കേവ്സിനെയും വിളിക്കുന്ന പേരാണ് ബൗൾസ് ആൻഡ് കേവ്സ്. Usually, they are found in massive sandstones whose cementing material is calcium carbonate. ഇത് സാധാരണഗതിയിൽ ഫോം ചെയ്യുന്നത്
സാൻഡ്സ്റ്റോൺ റോക്സിലാണ്. അതിൻ്റെ സിമെൻറ്റിംഗ് മെറ്റീരിയൽ കാൽഷ്യം കാർബണേറ്റും ആയിരിക്കണം. അപ്പോൾ കെമിക്കൽ വെതറിംഗ് സംഭവിക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷനായിട്ട് ഒഴുകി പോവുകയും അവിടെ പിന്നീട് കേവ്സും ഡിപ്രഷൻസും ഉണ്ടാവുകയും ചെയ്യുന്നു. ദീസ് ബൗൾസ് ആർ ഓൾസോ കോൾഡ് ആനിമൽ ട്രാപ്സ്. ഇത്തരത്തിലുള്ള ബൗൾസിനെ ആനിമൽ ട്രാപ്സ് എന്നും വിളിക്കാറുണ്ട്. ഇതൊരു ഫീച്ചറാണ്. ഇവിടെ ചെറിയ കേവ്സ് കാണാൻ സാധിക്കും. ഇതിന് താഴോട്ട് ആ ബൗൾസും ഡെവലപ്പ് ചെയ്യാറുണ്ട്.